പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും എന്ന്. കർത്താവ് കൃപ നൽകുന്നത് എളിമയുള്ളവർക്കാണ്. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ കർത്താവ് ചിതറിച്ച് കളയും. എളിമ ഉള്ളവർക്കാണ് കർത്താവിൽ നിന്ന് കൃപയും അനുഗ്രഹവുമെല്ലാം ലഭിക്കുന്നത്. യേശയ്യാ 66:2 പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി നമ്മോട് പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എളിമയുള്ളവരായി മാറണം. ഹൃദയത്തിൽ അഹങ്കാരം വെച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവവചനത്തിൽ വിശ്വസിക്കുവാനോ നമുക്ക് കഴിയാതെ വരും. പ്രഭാഷകൻ 10:7 അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഹൃദയത്തിൽ എളിമയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് വിശ്വസിക്കുവാനും വചനം സ്വീകരിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെങ്കിൽ നമുക്ക് എളിമ ഉണ്ടായിരിക്കണം. അസൂയയും അഹങ്കാരവും വിദ്വേഷവുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വിതച്ചു തരുന്നത് സാത്താനാണ്. സാത്താൻ അത്തരം ഹൃദയങ്ങളെ കഠിനമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം അവർക്ക് അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അന്ധതയിലേക്ക് അവരുടെ ഹൃദയങ്ങളെ സാത്താൻ നയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാനോ അത് സ്വീകരിക്കുവാനോ അനുതാപമുണ്ടാകുവാനോ മാനസാന്തരം ഉണ്ടാകുവാനോ ഇടയാകുന്നില്ല. കാരണം സാത്താൻ അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും അന്ധമാക്കിയിരിക്കുകയാണ്. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊള്ളും എന്ന്. അപ്പോൾ നമുക്ക് താഴ്മയുള്ളവരായി മാറണം, വിനയമുള്ളവരായി മാറണം. ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ എടുത്ത് മാറ്റണം. നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത് നാം എളിമപ്പെടുമ്പോഴാണ്. എളിമപ്പെടുമ്പോൾ നമുക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാനായിട്ട് കഴിയും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.